ഒൻപതാം ക്ലാസ്സിൻ്റെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിലെ 3 ക്വസ്റ്റ്യൻസുകളാണ്. ഇന്ന് നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകൾ കൂടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളത് എന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളതും ഒന്ന് പരിശോധിക്കാം. A chord and the diameter through one of its ends are drawn in a circle. 2 ഫിഗറുകൾ കാണാം. അതിൽ ആദ്യത്തെ ഫിഗർ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു സർക്കിൾ കാണാം, അതുമാതിരി തന്നെ ഒരു ഡയാമീറ്റർ എന്ന് പറയുന്ന കാര്യം കാണാം, അതുപോലെ ഒരു കോഡ് കാണാം. ഇതിലെ ഡയാമീറ്റർ എന്ന് പറയുന്നതിൻ്റെ ഒരു എൻഡും കോഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു എൻഡും എന്താണ് സെയിം ആയിട്ടാണ് നിലനിൽക്കുന്നത്. ഈ ഡയാമീറ്ററിൻ്റെ റൈറ്റ് സൈഡിലാണ് എന്ത് വരുന്നത്, കോഡ് എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. 2ാമത്തെ ഫിഗർ നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഡയാമീറ്റർ എന്ന് പറയുന്നതിൻ്റെ 2 സൈഡിലും എന്തുണ്ട്, കോഡുകൾ നമ്മൾ വരച്ചിട്ടുണ്ട്. ഈ കോഡുകളുടെയൊക്കെ ഒരു എൻഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഡയാമീറ്ററിൻ്റെ എൻഡ് തന്നെ ആണ്. നമുക്കിവിടെ പറയുന്ന കാര്യങ്ങൾ, എ കോഡ് ഓഫ് ദ സെയിം ഇൻക്ലിനേഷൻ ഈസ് ഡ്രോൺ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ഡയാമീറ്റർ. അതായത് ഈ 2 സൈഡിലുമുള്ള കോഡുകൾ ഡയാമീറ്ററുമായി ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ എന്ന് പറയുന്നത് സെയിം ആണ്. അതാണ് സെയിം ഇൻക്ലിനേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. പ്രൂവ് ദാറ്റ് ദ കോഡ്സ് ആർ ഓഫ് ദി സെയിം ലെങ്ത്. നമുക്ക് തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ കോഡിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് സെയിം ആണ്. ഈ ചോദ്യത്തിൻ്റെ ആൻസർ പറയുന്നതിന് മുൻപേ നമുക്ക് തന്നിരുന്ന ചോദ്യത്തിൽ ഉള്ള ഫിഗറിനെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മളിവിടെ ബോർഡിൽ വരച്ചു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. ഒന്നാമതായി പറയാനുള്ളത്, AB എന്ന് പറയുന്നത് ഡയാമീറ്റർ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ AD എന്ന് പറയുന്നതും AC എന്ന് പറയുന്നതും കോഡുകളായിട്ട് നമ്മൾ നെയിം ചെയ്തിട്ടുണ്ട്. O എന്ന് പറയുന്നതിനെ സെൻറ്റർ ആയിട്ട് നെയിം ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ നിന്ന് 2 കോഡുകളിലേക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈനുകൾ വരച്ചിട്ടുണ്ട്. ആ 2 ലൈനുകളാണ് നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത്, OC എന്ന് പറയുന്നതും OD എന്ന് പറയുന്ന കാര്യവും. ഇപ്പോൾ നിങ്ങൾക്ക് ഫിഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 ട്രയാങ്കിൾസുകൾ കാണാൻ വേണ്ടി പറ്റും. ആ 2 ട്രയാങ്കിൾസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ AC എന്ന് പറയുന്നതിൻ്റെയും AD എന്ന് പറയുന്നതിൻ്റെയും ലെങ്ത് സെയിം ആണ് എന്നുള്ള ആശയത്തിലേക്ക് എത്തിച്ചേരുന്നത്. പിന്നെ നമുക്ക് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്, ഈ 2 കോഡുകളും ഡയാമീറ്ററുമായി ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ എന്താണ്, സെയിം ആണ്. ഇൻക്ലിനേഷൻ സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആംഗിളും അതുപോലെ ഈ ഒരു ആംഗിളും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആംഗിൾ OAC ഈക്വൽ ടു ആംഗിൾ OAD. ഇത് ഗിവൺ കണ്ടീഷൻ ആണ്. അതുകൊണ്ട് ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് എഴുതുകയാണ്, ഗിവൺ എന്ന് പറഞ്ഞ ആശയം എഴുതി വെക്കുകയാണ്. ഇനി ഞാൻ 2 ട്രയാങ്കിളുകൾ നിങ്ങൾ അവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ആ 2 ട്രയാങ്കിൾ ഒന്ന് ഞാൻ കൺസിഡർ ചെയ്യാണ്. കൺസിഡർ ട്രയാങ്കിൾ OAC ആൻഡ് ട്രയാങ്കിൾ OAD. OAC എന്ന് പറഞ്ഞ ട്രയാങ്കിളും OAD എന്ന് പറഞ്ഞ ട്രയാങ്കിളും, 2 ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഈ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ OC എന്ന് പറയുന്നതും OD എന്ന് പറയുന്നതും ഈക്വൽ ആണ്. OC എന്ന് പറയുന്നതും OD എന്ന് പറയുന്നതും ഈക്വൽ ആണ്. കാരണം എന്താണ്, റേഡിയൈ ഓഫ് ദ സർക്കിൾ. OCയും ODയും എന്താണ്, സർക്കിളിന്റെ റേഡിയസ് ആണ്. അതുപോലെ തന്നെ AO അല്ലെങ്കിൽ OA എന്ന് പറയുന്നത് 2 ട്രയാങ്കിളിലും വരുന്നതാണ്. ഈ ഒരു ട്രയാങ്കിളിലും AO എന്ന് പറയുന്ന സൈഡ് വരും, അതുപോലെ ഈ ഒരു ട്രയാങ്കിളിലും എന്ത് വരും, AO എന്ന് പറയുന്ന സൈഡ് വരും. അപ്പോൾ അതെന്താണ്, കോമൺ സൈഡ് എന്ന് പറയുന്ന കാര്യമാണ്. പിന്നെ ഇൻ ട്രയാങ്കിൾ OAC എന്ന് പറഞ്ഞ ട്രയാങ്കിളില് OC എന്ന് പറയുന്നതും OA എന്ന് പറയുന്നതും എന്താണ്, റേഡിയസ് ആണ്. OC എന്ന് പറയുന്നതും OA എന്ന് പറയുന്നതും റേഡിയസ് ആണ്. രണ്ടും റേഡിയസ് ആയതുകൊണ്ട് ഈക്വൽ ആണെങ്കിൽ ഈ ഒരു ആംഗിളും അതുപോലെ ഈ ഒരു ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇൻ ട്രയാങ്കിൾ OAC ആംഗിൾ OCA ഈക്വൽ ടു ആംഗിൾ OAC. അതുപോലെ in triangle OAD
OAD എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളിൽ OD എന്ന് പറയുന്നത് റേഡിയസ് ആണ്, OA എന്ന് പറയുന്നതും റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ആംഗിളും അതുപോലെ ഈ ഒരു ആംഗിളും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ആ രണ്ട് ആംഗിൾസുകൾ സെയിം ആണെന്ന് പറഞ്ഞാൽ എന്താണ്, ആംഗിൾ ODA ഈക്വൽ ടു ആംഗിൾ OAD. രണ്ട് ട്രയാങ്കിൾ നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. കൺസിഡർ ചെയ്തതിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, OC എന്ന് പറയുന്നതും OD എന്ന് പറയുന്നതും ഈക്വൽ ആണ്. AO എന്ന് പറയുന്നത് എന്താണ്, കോമൺ സൈഡ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. കൂടാതെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആംഗിൾ OAC എന്ന് പറയുന്നത് ആംഗിൾ OADക്ക് തുല്യമാണ്. ഈ ആംഗിൾ OAC എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിലും ആംഗിൾ OAD എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഓരോ ആംഗിൾസുകൾ അവിടെ ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ആംഗിൾ OCA എന്ന് പറയുന്നത് ആംഗിൾ OACക്ക് തുല്യമാണ്. ഈ ആംഗിൾ OAC എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തിന് തുല്യമാണ്, ആംഗിൾ OAD എന്ന് പറഞ്ഞ കാര്യത്തിന് തുല്യമായിട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്ത് കണക്ട് ചെയ്യാം, ആംഗിൾ OCA എന്ന് പറയുന്നത് ആംഗിൾ ODA എന്ന് പറയുന്നത് തുല്യമാണ്. അതെന്തുകൊണ്ടാണ് ആംഗിൾ ODAക്ക് തുല്യമാണെന്ന് പറയാൻ കാരണം, ആംഗിൾ OAD എന്ന് പറയുന്നത് ശരിക്കും എന്തിന് തുല്യമാണ്, ആംഗിൾ ODAക്ക് തുല്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആംഗിൾ OCA എന്തിനു തുല്യമെന്ന് പറയാം, ആംഗിൾ ODAക്ക് തുല്യമാണ് എന്നുള്ള ആശയം പറയാം. ഇപ്പോൾ നോക്കാം, നിങ്ങൾ ഈ രണ്ട് ട്രയാങ്കിൾസുകൾ കൺസിഡർ ചെയ്തപ്പോൾ അതിലെ ഒരു ആംഗിൾ ഇവിടെ ഈക്വൽ ആണ് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ആംഗിൾ ഈക്വൽ ആണ് എന്നുള്ള ആശയം പറഞ്ഞു. ആ ആംഗിളുകൾ ഏതൊക്കെയാണ് വരിക, ഈ ഒരു ആംഗിളും അതുപോലെ ഈ ഒരു ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ AOC ഈക്വൽ ടു ആംഗിൾ AOD. അപ്പോൾ നോക്കാം, നിങ്ങൾ ഈ രണ്ട് ട്രയാങ്കിളുകൾ കൺസിഡർ ചെയ്തതിലെ മൂന്ന് ആംഗിൾസുകളും ഈക്വൽ ആയിട്ട് വന്നു. ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾ മറ്റേ ട്രയാങ്കിളിന്റെ 3 ആംഗിളിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ രണ്ട് ട്രയാങ്കിളും എന്താന്ന് പറയാം, ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. Therefore ട്രയാങ്കിൾ AOC ഈക്വൽ ടു ട്രയാങ്കിൾ AOD. ഇനി ട്രയാങ്കിൾസുകൾ ഈക്വൽ ആയിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ ഈക്വൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഇവിടെ നോക്കാം, നിങ്ങൾ ഈക്വൽ ആംഗിൾസുകൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ AOCയും ആംഗിൾ AODയും ഏതാണ് വരുന്നത്, ആംഗിൾ AOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആംഗിളാണ് വരിക, ആംഗിൾ AOD എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിളാണ് വരിക. ഇത് രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, AD എന്ന് പറയുന്ന ആശയമാണ് വരുന്നത്. ഈക്വൽ ടു ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, AC എന്ന് പറഞ്ഞ കാര്യമാണ് വരുന്നത്. ADയും ACയും ഈക്വൽ ആണെന്ന് കിട്ടി. അതിന്റെ കാരണം എന്താണ്, ആംഗിളുകൾ ഈക്വൽ ആണെന്ന് നമ്മളിവിടെ പറഞ്ഞു. രണ്ട് ട്രയാങ്കിളും എന്താണ്, ഈക്വൽ ട്രയാങ്കിൾസുകളാണ്. എല്ലാ ഈക്വൽ ട്രയാങ്കിൾസിലും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്, ഈക്വൽ ആയി നിൽക്കുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡുകളും ഈക്വൽ ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ADയും ACയും ഈക്വൽ ആണെന്ന് പറയാം. AD എന്ന് പറയുന്ന ഒരു കോഡാണ്, AC എന്ന് പറയുന്നത് മറ്റൊരു കോഡാണ്. അപ്പോൾ രണ്ട് കോഡിന്റെയും ലെങ്ത് എന്തായിരിക്കണം, അവിടെ സെയിം ആയിരിക്കണം. ഇതോടുകൂടി നമ്മുടെ പ്രൂഫ് എന്തായി, കംപ്ലീറ്റ് ആയി. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. The figure shows two chords drawn on either sides of a diameter. ഒരു ഡയാമീറ്റർ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ നോക്കിയാൽ കാണാം, അതിന് രണ്ട് സൈഡിലും ഓരോ കോഡുകൾ വരച്ചിരിക്കുന്നു നിങ്ങൾക്ക് കാണാം. ഹൗ മച്ച് ഈസ് ദ ആംഗിൾ ദ അതർ കോഡ് മേക്സ് വിത്ത് ദ ഡയാമീറ്റർ. കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞ അതേപോലെ തന്നെ സെന്റർ എന്ന് പറയുന്നത് O എന്ന് പറയുന്ന കാര്യമായിട്ട് നെയിം ചെയ്തിട്ടുണ്ട്. ഇവിടെ കോഡ് എന്ന് പറയുന്ന കാര്യത്തിനെ AB ആയിട്ടും അതുമാതിരി AC ആയിട്ടും എടുത്തിട്ടുണ്ട്. ഡയാമീറ്റർ എന്ന് പറയുന്നത് AD ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈ കാര്യം നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. AD എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണ്, O എന്ന് പറയുന്നത് സെന്റർ ആണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ആംഗിൾ OAB എന്ന് പറയുന്നത് എത്രയാണ്, 40 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. കൂടാതെ AB എന്ന് പറയുന്നതും AC എന്ന് പറയുന്നതും 3 സെന്റിമീറ്റർ ആണ് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഫിഗറിലേക്ക് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ രണ്ട് ട്രയാങ്കിൾസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഞാൻ ആ രണ്ട് ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യാണ്. കൺസിഡർ ട്രയാങ്കിൾ AOC ആൻഡ് ട്രയാങ്കിൾ AOB. ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, AB എന്ന് പറയുന്നതും AC എന്ന് പറയുന്നതും ഈക്വൽ ആണ്, 3 സെന്റിമീറ്റർ ആയിരിക്കും. OC എന്ന് പറയുന്നതും OB എന്ന് പറയുന്നതും ഈക്വൽ ആണ്. കാരണം എന്താണ്, റേഡിയൈ ഓഫ് ദ സർക്കിൾ.
അപ്പോൾ ഒ സി എന്ന് പറയുന്നതും ഒ ബി എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അടുത്തത് എ ഒ ഈക്വൽ ടു എ ഒ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ സൈഡാണ്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രയാങ്കിൾ എ ഒ സിയുടെ 3 സൈഡുകൾ ട്രയാങ്കിൾ എ ഒ ബിയുടെ 3 സൈഡിന് എന്താണ്? ഈക്വൽ ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 2 ട്രയാങ്കിളും എന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. ദെയർഫോർ ട്രയാങ്കിൾ എ ഒ സി ഈക്വൽ ടു ട്രയാങ്കിൾ എ ഒ ബി. ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്നുണ്ടെങ്കിൽ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. ഈ ഒരു കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഒ സി ഈക്വൽ ടു ഒ ബി എന്ന് പറയുന്നത് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആംഗിൾസുകൾ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒ ബി എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളായി നിൽക്കുന്നത് ആംഗിൾ ഒ എ ബി ഈക്വൽ ടു ഒ സി എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളായി നിലനിൽക്കുന്നത് ഈ ഒരു ആംഗിളാണ് വരിക. അതായത് ഏതാ വരിക? ആംഗിൾ ഒ എ സി. ആംഗിൾ ഒ എ സി. ഇവിടെ ആംഗിൾ ഒ എ ബി 40 ഡിഗ്രി ആണ് എന്ന് നമുക്ക് ഗിവൺ കണ്ടീഷനാണ്. അപ്പോൾ ആംഗിൾ ഒ എ സി എന്ന് പറയുന്ന കാര്യം എന്ത് തന്നെ ആയിരിക്കും? 40 ഡിഗ്രി തന്നെയാണ് വരുന്നത്. ഇതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയി. എങ്ങനെ നമ്മളത് കംപ്ലീറ്റ് ആയി എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്? ഇത് ഡയാമീറ്റർ ആണ് എ ഡി എന്ന് പറയുന്നത്. അത് എ സി എന്ന് പറഞ്ഞ കോഡുമായി ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിളാണ് നമുക്ക് കണ്ടെത്താൻ പറഞ്ഞിരുന്നത്. ആ ആംഗിൾ ശരിക്കും എന്ത് തന്നെയാണ്? ഒ എ സി എന്ന് പറഞ്ഞ ആംഗിൾ തന്നെയാണ്. അപ്പോൾ എത്രയാണ് ആൻസർ വരിക? 40 ഡിഗ്രിയാണ് എന്ത് വരുന്നത്? അതിൻ്റെ ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? പ്രൂവ് ദാറ്റ് ദ ആംഗിൾ മെയ്ഡ് ബൈ 2 ഈക്വൽ കോഡ്സ് ഡ്രോൺ ഫ്രം എ പോയിന്റ് ഓൺ ദ സർക്കിൾ ഈസ് ബൈസെക്റ്റഡ് ബൈ ദ ഡയാമീറ്റർ ത്രൂ ദാറ്റ് പോയിന്റ്. അതായത് ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൻ്റെ മുകളിലെ ഒരു പോയിന്റിൽ നിന്ന് 2 കോഡുകൾ നമ്മൾ വരയ്ക്കുന്നുണ്ട്. ആ 2 കോഡുകളുടെയും ലെങ്ത് എന്താണ്? ഈക്വൽ ആണ്. അതേ പോയിന്റിൽ നിന്നുള്ള ഡയാമീറ്റർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ 2 കോഡുകളും ഉണ്ടാക്കുന്ന ആംഗിളിനെ ഈ ഡയാമീറ്റർ ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് തെളിയിക്കണം. ഇവിടെയും കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ഫിഗർ തന്നെയാണ് ഇവിടെയും വരിക. ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൻ്റെ മുകളിൽ ഒരു പോയിന്റ് ഉണ്ട്. അതാണ് ഈ പോയിന്റ് വരുന്നത്, എ എന്ന് പറഞ്ഞ പോയിന്റ്. ആ പോയിന്റിൽ നിന്ന് 2 കോഡുകൾ വരച്ചിട്ടുണ്ട്. 2 കോഡുകളുടെയും ലെങ്ത് എന്താണ്? ഈക്വൽ ആകുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത്. അതേ പോയിന്റിൽ നിന്ന് തന്നെ ഒരു ഡയാമീറ്റർ നമ്മൾ വരച്ചിട്ടുണ്ട്. അതാണ് എ ഡി എന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്നത്. നമുക്ക് തെളിയിക്കാനുള്ളത് എ ഡി എന്ന് പറയുന്ന ഡയാമീറ്റർ ആംഗിൾ സി എ ബി എന്ന് പറയുന്നതിനെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എ ഡി എന്ന് പറയുന്ന ഡയാമീറ്റർ ആണ്. എ സിയും എ ബിയും എന്താണ്? കോഡുകളാണ്. ആ 2 കോഡുകളുടെയും ലെങ്ത് എന്താണ്? സെയിം ആണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഗിവൺ കണ്ടീഷൻസുകളാണ്. നിങ്ങൾ ഫിഗർ ഒബ്സർവ് ചെയ്യുമ്പോൾ 2 ട്രയാങ്കിൾസുകൾ അവിടെ കാണാൻ വേണ്ടി പറ്റും. ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ്? ട്രയാങ്കിൾ ഒ എ സി എന്ന് പറയുന്നതും ട്രയാങ്കിൾ ഒ എ ബി എന്ന് പറയുന്നതും. ഞാൻ ഈ 2 ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യാണ്. കൺസിഡർ ട്രയാങ്കിൾ ഒ എ സി ആൻഡ് ട്രയാങ്കിൾ ഒ എ ബി. എ ഒ ഈക്വൽ ടു എ ഒ. കാരണം എന്താണ്? 2 ട്രയാങ്കിളിലും ഈ സൈഡ് വരും. അത് കോമൺ സൈഡാണ്. അപ്പോൾ നമ്മൾ റീസൺ ആയിട്ട് കോമൺ സൈഡ് എന്ന് പറഞ്ഞ കാര്യം എഴുതുന്നു. അതുപോലെ ഒ സി ഈക്വൽ ടു ഒ ബി. കാരണം എന്താണ്? റേഡിയൈ ഓഫ് ദ സർക്കിൾ. സർക്കിളിൻ്റെ റേഡിയസ് ആയിട്ടാണ് ഈ 2 കാര്യങ്ങളും നിലനിൽക്കുന്നത്. പിന്നെ എന്താണ് ഗിവൺ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? എ ബി എന്ന് പറഞ്ഞ കോഡിൻ്റെ ലെങ്ത്തും എ സി എന്ന് പറഞ്ഞ കോഡിൻ്റെ ലെങ്ത്തും സെയിം ആയിരിക്കും. അപ്പോൾ എ ബി ഈക്വൽ ടു എ സി എന്ന് പറഞ്ഞ കാര്യം പറയാം. ഇവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ട്രയാങ്കിൾ ഒ എ സിയുടെ 3 സൈഡുകൾ ട്രയാങ്കിൾ ഒ എ ബിയുടെ 3 സൈഡിനോട് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 ട്രയാങ്കിളും എന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ ഒ എ സി ഈക്വൽ ടു ട്രയാങ്കിൾ ഒ എ ബി. ഈക്വലായി നിൽക്കുന്ന സൈഡുകളുടെ ഓപ്പോസിറ്റ് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ? ഇവിടെ ഒ സി എന്ന് പറയുന്ന സൈഡും ഒ ബി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഒ സി എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ വരുന്ന ഏതാണ്? ഈ ഒരു ആംഗിളാണ്. അതുപോലെ ഒ ബി എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ വരുന്ന ഏതാണ്? ഈ ഒരു ആംഗിളാണ് വരുന്നത്. ഈ 2 ആംഗിളുകളും ഈക്വൽ ആണ് എന്ന് നമുക്ക് എവിടെ നിന്ന് എഴുതാം?
ഈക്വൽ ട്രയാങ്കിൾസ് ആണ് എന്ന് പറഞ്ഞ ആശയം ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്ത് പറയാം? ആംഗിൾ ഒ എ സി ഈക്വൽ ടു ആംഗിൾ ഒ എ ബി. ഈ ആംഗിളും ഈക്വൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? എ ഡി എന്ന് പറയുന്നത് ആംഗിൾ എനെ എന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? therefore diameter AD bisects angle A. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഡ്രോ എ സ്ക്വയർ ആൻഡ് എ സർക്കിൾ ത്രൂ 4 വെർട്ടിസസ്. നമ്മൾ താഴെ നോക്കുമ്പോൾ ഒരു സർക്കിൾ കാണാം, അതുപോലെ തന്നെ 4 വെർട്ടിസസുകളും സർക്കിളിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ ഉള്ളിൽ ഒരു സ്ക്വയർ വരച്ചിരിക്കുന്നത് കാണാം. അതുപോലെ ഡ്രോ ഡയാമീറ്റേഴ്സ് പാരലൽ ടു ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയർ ആൻഡ് ഡ്രോ എ പോളിഗൺ ജോയിനിങ് ദ എൻഡ് പോയിന്റ്സ് ഓഫ് ദീസ് ഡയാമീറ്റേഴ്സ് ആൻഡ് ദ വെർട്ടിസസ് ഓഫ് ദ സ്ക്വയർ. അതായത് ഫിഗറിൽ ഇനി നോക്കുമ്പോൾ 2 ഡയാമീറ്റേഴ്സ് വരച്ചിരിക്കുന്നുണ്ട്. ആ 2 ഡയാമീറ്റേഴ്സും സ്ക്വയറിൻ്റെ സൈഡിന് പാരലാകുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈനിന് പാരലാകുന്ന രീതിയിലാണ് ഒരു ഡയാമീറ്റർ വരുന്നത്, ഈ ഒരു ലൈനിന് പാരലാകുന്ന രീതിയിലാണ് മറ്റൊരു ഡയാമീറ്റർ വരുന്നത്. ഈ ഡയാമീറ്ററുകളും അതുപോലെ തന്നെ സ്ക്വയറും വരച്ചു കഴിഞ്ഞതിന് ശേഷം ഡയാമീറ്ററിൻ്റെ എൻഡ് പോയിന്റുകളും അതുപോലെ തന്നെ സ്ക്വയറിൻ്റെ വെർട്ടിസസുകളും ജോയിൻ ചെയ്തുകൊണ്ട് വരച്ചാൽ നമുക്കൊരു പോളിഗൺ കണ്ടെത്താൻ വേണ്ടി പറ്റും. അതാണ് രണ്ടാമത്തെ ഫിഗർ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഈ എൻഡ് പോയിന്റുകളൊക്കെ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ജോയിൻ ചെയ്തുകൊണ്ട് അവിടെ ഇങ്ങനെ ഒരു പോളിഗൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോളിഗൺ എന്ന് പറയുന്നതിന് 8 സൈഡുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ ഒക്ടഗൺ എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. ആ ഒക്ടഗൺ എന്ന് പറയുന്നത് റെഗുലർ ഒക്ടഗൺ ആണ് എന്നാണ് നമുക്ക് തെളിയിക്കുവാനുള്ളത്. ആൻസറിലേക്ക് പോകുമ്പോൾ നമുക്ക് തന്ന ചോദ്യത്തിലെ ആദ്യത്തെ ഫിഗറിലെ 2 കാര്യങ്ങൾ ഞാൻ എക്സ്ട്രാ വരച്ചിട്ടാണ് ഇതിൻ്റെ ആൻസറിലേക്ക് പോകുന്നത്. എന്തൊക്കെയാണ് ആ 2 കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. നിങ്ങൾ ഇതിനെ നെയിം ചെയ്യുന്നുണ്ട്. സെൻറ്റർ എന്ന് പറയുന്നത് O ആയിട്ട് എടുക്കുന്നു. അതുപോലെ തന്നെ കോഡ് എന്ന് പറയുന്നത് AB എന്ന് പറയുന്ന ലൈനായിട്ട് എടുക്കുന്നു. C എന്ന് പറയുന്നത് അത് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് C ആയിട്ട് എടുത്തിരിക്കുന്നത്. D എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ഈ ഒരു ഡയാമീറ്റർ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു എൻഡാണ് D എന്ന് പറഞ്ഞ പോയിന്റായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. എയും ഡിയും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, അതുമാതിരി ബിയും ഡിയും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫിഗറിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് 2 ട്രയാങ്കിൾസുകൾ കാണാം. ACD എന്ന് പറഞ്ഞ ട്രയാങ്കിളും അതുപോലെ BCD എന്ന് പറഞ്ഞ മറ്റൊരു ട്രയാങ്കിളും. ഞാൻ ഈ 2 ട്രയാങ്കിളും ഒന്ന് കൺസിഡർ ചെയ്യാണ്. കൺസിഡർ ട്രയാങ്കിൾ ACD ആൻഡ് ട്രയാങ്കിൾ BCD. ഇതിൽ CD എന്ന് പറയുന്നത് 2 ട്രയാങ്കിളും വരുന്നതാണ്, അതുകൊണ്ട് അത് കോമൺ സൈഡ് ആണ്. പിന്നെ ആംഗിൾ ACD എന്ന് പറയുന്നതും ആംഗിൾ BCD എന്ന് പറയുന്നതും ഈക്വൽ ആണ്. കാരണം എന്താണ്? 90 ഡിഗ്രിയാണ്. ഡയാമീറ്റർ എന്ന് പറഞ്ഞ കാര്യമാണ് വരച്ചിരിക്കുന്നത്. ഇതെന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആംഗിളും എന്തായിരിക്കും? 90 ഡിഗ്രി എന്ന് പറഞ്ഞ ആശയമായിരിക്കും. പിന്നെ അടുത്ത് നമുക്ക് പറയാനുള്ളത് AC ഈക്വൽ ടു BC. കാരണം എന്താണ്? സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും കോഡിലേക്ക് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ആണ് എന്ത് വരുന്നത്? OC എന്ന് പറയുന്ന ലൈൻ വരുന്നത്. ആ ലൈൻ AB എന്ന് പറയുന്ന കോഡിനെ എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും. തൊട്ട് മുന്നേ ഉള്ള ഒരു തിയറി സെക്ഷനിൽ നമ്മളിതെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. സെൻട്രലിൽ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്ട് ചെയ്യുന്നു. ആ റീസൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്? AC ഈക്വൽ ടു BC എന്ന് പറയുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ AC എന്ന് പറഞ്ഞ ഈ ഒരു സൈഡും BC എന്ന് പറഞ്ഞ ഈ ഒരു സൈഡും ഈക്വൽ ആണ്. CD എന്ന് പറയുന്നത് കോമൺ സൈഡാണ്. ഈ ആംഗിളും അതുപോലെ ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ 2 സൈഡ് ഈക്വൽ ആണ്, അതിൻ്റെ ഇടയിലുള്ള ആംഗിളുകളും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ 2 ട്രയാങ്കിളുകളും എന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ ACD ഈക്വൽ ടു ട്രയാങ്കിൾ BCD. ഈക്വലായി നിൽക്കുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ആംഗിൾ വരുന്നത്. ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? AD ഈക്വൽ ടു അതുപോലെയുള്ള മറ്റൊരു ആംഗിളാണ് ഇത്. ഇത് രണ്ടുമാണ് ഈക്വൽ ആണ് നമ്മൾ പറഞ്ഞിരുന്നത്.
ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇപ്പോൾ നമുക്ക് എ ഡി കിട്ടിയത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഡി എന്ന് പറയുന്ന കാര്യമാണ്. അതായത് ഈ രണ്ട് ലൈനുകൾ എ ഡിയും ബി ഡിയും ഈക്വൽ ആണ്. ശരിക്കും ഈ രണ്ട് ലൈനുകൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരുന്ന രണ്ടാമത്തെ ഫിഗർ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒക്ടഗൺ എന്ന് പറയുന്നതിൻ്റെ രണ്ട് സൈഡുകളാണ് എ ഡിയും ബി ഡിയും വരുന്നത്. ഇതേപോലെ ഈ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ചു, ഈ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ചു. അപ്പോൾ ഇവിടെയും ഓരോ ട്രയാങ്കിൾസുകൾ കിട്ടും. ഇതേപോലെ രണ്ട് ട്രയാങ്കിളും എന്താണെന്ന് പറയാം, നമുക്ക് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വരച്ചിരിക്കുന്ന വരയും ഇവിടെ നിന്ന് ഇവിടേക്ക് വരച്ചിരിക്കുന്ന വരയും എന്തായിരിക്കും? ഒരേ ലെങ്ത് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതേ ആർഗ്യുമെന്റ് പ്രകാരം നമുക്ക് എന്ത് പറയാം? പോളിഗൺ എന്ന് പറയുന്നതിൻ്റെ ഇവിടെ വരുന്ന സൈഡിൻ്റെ ലെങ്ത്തും 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 ഒക്കെ ഈക്വൽ ആണ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ എന്താണ്? പോളിഗണിൻ്റെ എല്ലാ സൈഡുകളും ഒരേ ലെങ്ത്തിലായിരിക്കും. ഈ പോളിഗൺ എന്ന് പറയുന്നതിന് 8 സൈഡുള്ളത് കൊണ്ട് അതിനെ ഒക്ടഗൺ എന്നാണ് പറയുക. ആ ഒക്ടഗണിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ട് അതിനെ നമ്മൾക്ക് റെഗുലർ ഒക്ടഗൺ എന്നുള്ള ആശയം പറയാം. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഷൻ കൊടുക്കാം? Therefore, this polygon is a regular octagon. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളാകെ 4 ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആ 4 ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ 3rd ക്വസ്റ്റ്യൻ്റെ അതേപോലെയാണ് നമ്മൾ 4th ക്വസ്റ്റ്യനും 5th ക്വസ്റ്റ്യനും 6th ക്വസ്റ്റ്യനും കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ എല്ലാ ചോദ്യവും നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ചോദ്യത്തിലും വ്യത്യാസമുണ്ട്. പക്ഷേ അത് നമ്മൾ തെളിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോജിക്കുകൾ എന്താണ്? ഏകദേശം ഒരേപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് 4th ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ. 4th ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഡയാമീറ്റർ എന്ന് പറയുന്നതിൻ്റെ 2 സൈഡുകളിലായിട്ട് കിടക്കുന്ന കോഡുകളുടെ ലെങ്ത് സെയിം ആണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ കോഡുകൾ ഡയാമീറ്ററുമായി ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ സെയിം ആണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ 5th ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോഴോ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ഒന്ന് 40 ഡിഗ്രിയാണ്, മറ്റേ ഇൻക്ലിനേഷനാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കോഡുകളുടെ ലെങ്ത് സെയിം ആണ്, 3 സെൻറ്റിമീറ്റർ ആണെന്നൊക്കെ പറഞ്ഞ് തന്നിരുന്നു. 6th ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്തോ 2 കോഡുകളുടെയും ലെങ്ത് സെയിം ആണെന്നുള്ള കാര്യം തന്നിരുന്നു. ഈ കോഡുകൾ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിളിനെ ഡയാമീറ്റർ ബൈസെക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് തെളിയിക്കേണ്ടായിരുന്നത്. 3 ക്വസ്റ്റ്യനും കണക്റ്റഡ് ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ നിങ്ങൾ ആ കണക്ഷൻ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങളത് പഠിക്കുക. പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇനി നമുക്ക് ഈക്വൽ കോഡ്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്കാണ് പോകാനുള്ളത്. ആ ഒരു കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.